ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീനീസ് ക്രിയേഷൻസ്. ഇപ്രാവശ്യം ഞങ്ങൾ യാത്ര പോയത് ചെന്നൈയിലേക്കാണ് കേട്ടോ. മറീന ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു മറീന ബീച്ച് കാണാൻ. ജസ്റ്റിന് പിന്നെ ഏത് ബീച്ചിൽ ചെന്നാലും തുള്ളിച്ചാടുക അവൻ്റെ ഒരു ഹോബിയാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ അവൻ തുള്ളിച്ചാടിക്കൊണ്ടേയിരിക്കും. ഈ മറീന ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ജയലളിതാമ്മയും അതുപോലെ തന്നെ എം ജി ആറിൻ്റെ ഒക്കെ സമാധി സ്ഥലമുള്ളത്. അവരടക്കം ചെയ്തിരിക്കുന്നത് മറീന ബീച്ചിലാണ്. അവിടെയും ഞങ്ങൾ പോവുകയുണ്ടായി. നോമ്പ് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് തന്നെ വല്ലാതെ കറങ്ങാനൊന്നും തോന്നിയില്ല. പൊരി വെയിലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി, അതുപോലെ തന്നെ ജയലളിതാമ്മയുടെയും എം ജി ആറിൻ്റെയും ആ സമാധി സ്ഥലത്തൊക്കെ ഒന്ന് പോയി. ഫോട്ടോ എടുക്കാനൊന്നും അത്ര ഒരു ഉഷാറായി തോന്നിയില്ല, കാരണം വെയിലിൻ്റെ ചൂട് അത്രക്കായിരുന്നു. ഇപ്പോൾ ചുട്ടുകൊള്ളുന്ന ചൂടായിരുന്നു. എന്തായാലും മറീന ബീച്ചൊക്കെ കാണാൻ ശരിക്കും അവിടെ വൈകുന്നേരം ആണ് എത്താൻ നല്ലത്. പക്ഷെ ഞങ്ങൾ എത്തിയത് നട്ടുച്ചയ്ക്കായിരുന്നു. എന്തായാലും അവിടെയൊക്കെ നടന്ന് കണ്ടു. പിന്നെ മുമ്പേ പോയപ്പോൾ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ടൈപ്പ് ആ മ്യൂസിയം ഒക്കെ വന്നതോടുകൂടി നല്ലൊന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ചെന്നൈയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ ജസ്റ്റ് ഒരു ഫീലിംഗ് തോന്നുന്നു ജയലളിതാമ്മയുടെ സമാധി സ്ഥലമൊക്കെ കാണുമ്പോൾ. ജയലളിതാമ്മയും അതുപോലെ തന്നെ എം ജി ആറിനെയും അടുത്തടുത്താണ് കേട്ടോ അടക്കം ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ലവ് സ്റ്റോറി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ലവ് സ്റ്റോറിയൊക്കെ അവർ രണ്ടാളും സിനിമ രംഗങ്ങളിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നതാണല്ലോ. ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന അടുപ്പം അതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ രണ്ടാളുടെയും ആ സമാധി സ്ഥലം തൊട്ടടുത്താണ്. പിന്നെ എം ജി ആറിൻ്റെ സമാധി സ്ഥലത്തൊരു കെടാവിളക്ക് ഉണ്ട്. ആ വിളക്ക് എത്ര കാറ്റടിച്ചാലും മഴ വന്നാലും വെയിൽ വന്നാലും ഒന്നും അണയാതെ നിൽക്കുന്നൊരു വിളക്കാണത്. ജയലളിതാമ്മയുടെ ഫോട്ടോക്ക് മുമ്പിൽ ഒരു വിളക്കുണ്ടെങ്കിലും അത് പ്രകാശിക്കുന്നുണ്ടായിരുന്നില്ല. അതൊന്ന് കേടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ ചെന്നൈയിൽ പോകുമ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ മറീന ബീച്ച്. ഒരുപാട് പിന്നെ ആ ബീച്ച് ഒരുപാട് സ്ഥലമായിട്ട് നീണ്ടു കിടക്കാണ് കേട്ടോ. കുറേ ആളുകൾ നട്ടുച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരികെ പോരുകയാണ് ചെയ്തത്. ഐജാസും തന്നെ ആകെ തളർന്നിരുന്നു വെയിൽ കൊണ്ടിട്ട്. ഫോട്ടോസിൽ അവനെ കണ്ടാൽ മനസ്സിലാകുമ്പോൾ ആകെ വാടിക്കൊഴിഞ്ഞാണ് നിൽക്കുന്നത്. നിങ്ങൾ ചെന്നൈ പോകുമ്പോൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.